ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം സമ്മാനങ്ങളൊക്കെ അനൗൺസ് ചെയ്യാനുണ്ട്. പക്ഷേ ആ ഒരു അനൗൺസ്മെൻ്റ് അല്ല ഈ വീഡിയോയിലുള്ളത്. അത് ഞാൻ മറന്നിട്ടില്ല. നമുക്ക് അന്ന ഡോപ്രിയൊക്കെ ഗിഫ്റ്റായിട്ടുള്ള ഒരു വീഡിയോ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ അന്ന ഡോപ്രി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് നറുക്കെടുക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയ പ്ലാൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമ്മാനങ്ങളെല്ലാം തന്നെ നമുക്ക് നറുക്കെടുക്കുന്നതാണ്. ഗ്രൂപ്പിലും 2-3 വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു കോംബോയെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ കോംബോയിലുള്ള ഏതാനും ചെടികളെല്ലാം നല്ല ഫ്രാഗ്രൻസ് ഉള്ളതാണ്. നമ്മൾ 250ക്കും 180ക്കും എല്ലാം സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഏതാനും പ്ലാൻസൊക്കെയാണ് നമ്മുടെ ഈ കോംബോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ പ്ലാൻസാണ് നമ്മൾ കോംബോയിൽ ഇട്ടിരിക്കുന്നതെന്ന്. ശരിക്കും കവർ വൈസ് അല്ലെങ്കിൽ പോട്ട് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതേ പ്ലാൻസ് തന്നെയാണ് സെയിലിനിട്ടിരിക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി സൈസ് മറ്റതിനേക്കാളും കുറച്ച് സൈസ് എന്നാൽ നീളമല്ല, ബ്രാഞ്ചസിൻ്റെ എണ്ണം കുറച്ച് കുറവായിരിക്കും. ഇത് 2 ബ്രാഞ്ച് 3 ബ്രാഞ്ചൊക്കെ ഉണ്ടാവും എല്ലാ പ്ലാൻസിലും. കഴിയുന്നിടത്തോളം പ്ലാന്റ് സൈസ് ഞാനതിൽ കാണിക്കുന്നുണ്ട്. ഡോക്ടർ റോസ് അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ്. ഡോക്ടർ റോസ് അല്ലെങ്കിൽ ഡീല മാൽമേഷൻ ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്. അടുത്തത് നമ്മുടെ ലൈറ്റ് ലാവൻഡർ കളറിലുള്ള ലാഗർഫെൽഡ് എന്നുള്ള റോസാണ്. അതിന് ഏകദേശം 1-2 ബ്രാഞ്ചെല്ലാം ഉണ്ട്. നല്ല നീളമുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ മൂന്നാമത്തേത് അതേപോലെ ഈ പറഞ്ഞ ലാഗർഫെൽഡും സൂപ്പർ ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്. ഇത് നമ്മുടെ നാടൻ പനിനീർ റോസ്, അറേബ്യൻ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ പ്ലാന്റ് സൈസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അറേബ്യൻ പനിനീരെന്ന് പറയുന്ന നിറയെ പൂക്കളുണ്ടാകുന്ന, അതായത് ക്ലൈംബർ പോലെ പോകുന്നതല്ല. അടുത്തത് അതീവ ഫ്രാഗ്രൻസ് ഉള്ള നമ്മുടെ അർക്ക പരിമള റോസാണ്. അതെല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ്. 2 ബ്രാഞ്ച് അങ്ങനെയുള്ള 3 ബ്രാഞ്ച് അങ്ങനെയൊക്കെയുള്ള ചെടികളാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടും കൂടിയാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് അടുത്ത ആഴ്ച പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പം കുറച്ച് സ്ഥലങ്ങൾ ഒഴിവാക്കാനും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മോശം ചെടികളാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലപരിമിതിയുടെ ഇതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഒരു കോംബോ ഇടുന്നത്. അർക്ക പരിമള അവിടുന്ന് വരുമ്പോൾ റെഡ് കളറിലും ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിങ്ക് കളറിലും വിരിയുന്ന ഒരു സുന്ദരി റോസാണ്. പിന്നെയുള്ളത് മാംഗോ യെല്ലോ റോസാണ്. ഇതിന് ഫ്രാഗ്രൻസ് ഇല്ല, പക്ഷേ മഞ്ഞ നിറം കൊണ്ട് ഫേമസ് ആയിട്ടുള്ള റോസാണ്. ഇതിന് ശരിക്കും ഞാൻ ഇതിനകത്ത് വിലയൊന്നും ഇടുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതത്ര വലിയ സൈസുള്ള ചെടികളല്ല. ഒരു 2 ബ്രാഞ്ച് 3 ബ്രാഞ്ചൊക്കെയുള്ള ഹെൽത്തിയാണ്, സൂപ്പർ ഹെൽത്തിയാണ്. 2 ബ്രാഞ്ചിൽ എന്തായാലും മിനിമം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നുണ്ടാവും. ശരിക്കും ഇതിനകത്ത് ഞാൻ റേറ്റ് ഇടുന്നില്ല എന്ന് പറയാം. പിന്നീട് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പോകുന്ന ഒരു റോസാണ് നമ്മുടെ അഹല്യ യെല്ലോ റോസും നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചെടികളാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കോംബോയുടെ റേറ്റ് കേൾക്കുമ്പോൾ അത് എല്ലാം നിങ്ങൾക്ക് ആ കിട്ടുന്ന പ്ലാന്റ് കൊണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം ഹെൽത്തി ആയിട്ടുള്ളതല്ലാതെ നമ്മൾ അയക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം. പിന്നെ ഒരുപാട് പേർ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് പ്ലാൻസിൻ്റെ അവസ്ഥ എന്നൊക്കെ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വന്ന കുറേ പുതിയ കസ്റ്റമേഴ്സിന് ഇപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ്. അവർക്ക് എല്ലാവർക്കും പ്ലാൻസ് എല്ലാം കിട്ടി. എല്ലാ പേരും നന്ദിയൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, ഫ്രഷ് ആയിട്ട് കിട്ടിയെന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാൻസാണ്, അതായത് 6 പ്ലാൻസാണ്. ഡീല മാൽമേഷൻ, അതുപോലെ നാടൻ പനിനീർ റോസ് മാത്രമാണ് ഇതിനകത്ത് നാടൻ നോൺ റൂട്ടഡ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് നാടൻ പനിനീർ റോസ്, അതും ഫ്രാഗ്രൻസ് ഉള്ളതാണ്. ഡീല മാൽമേഷൻ ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്. പിന്നെ ഉള്ളത് മൂന്നാമത്തത് നമ്മുടെ അർക്ക പരിമളയും ഫ്രാഗ്രൻസ് ഉള്ളതാണ്. ഏകദേശം ഒരു ഫ്രാഗ്രൻസ് കോംബോ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. 1-2 പ്ലാന്റ്സ് മാത്രമാണ് ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഇല്ലാത്തതായിട്ടുള്ളത്. അർക്ക പരിമള നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്. അതീവ ഹൃദ്യമായ സുഗന്ധമുള്ള റോസാണ്. അതിനേക്കാളും സുഗന്ധമുള്ള റോസാണ് നമ്മുടെ ലാഗർഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫ്രാഗ്രൻസ് ഉള്ള റോസുകളാണ്. ഫ്രാഗ്രൻസ് ഇല്ലാത്ത 2 റോസുകളിലൊന്ന് അഹല്യ കസിൻ ബ്രദർ അല്ലെങ്കിൽ അഹല്യ യെല്ലോ റോസ് എന്നെല്ലാം അറിയപ്പെടുന്ന റോസാണ്. അടുത്തത് മാംഗോ യെല്ലോ. അതിനും ഫ്രാഗ്രൻസ് ഇല്ല, പക്ഷേ നിറത്തിൻ്റെ കാര്യത്തിലും ഭംഗിയുടെ കാര്യത്തിലും മഞ്ഞ എന്ന രീതിയിലും 2 പേരും വളരെ വിശിഷ്ട ഫ്ലവേഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ കോംബോയുടെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. വെറും 500 രൂപയാണ് ഇത്രയും പ്ലാന്റ്സിൻ്റെ റേറ്റ്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. കുറച്ച് സൈസ് ഒന്ന് കുറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ സെയിലിനിടുന്നത്. മാത്രമല്ല നമുക്ക് കുറച്ച് സ്ഥലപരിമിതിയുടെ പ്രശ്നം കൊണ്ടും കൂടിയാണ് നമ്മൾ ഇത്രയും നല്ല പ്ലാന്റ്സ് ഈ റേറ്റിന് വിടുന്നത്. അപ്പോൾ ഈ കാണുന്ന റോസ് ബ്രിട്ടീഷ് ക്യൂനാണ്. ഇനി അങ്ങോട്ട് കാണുന്ന റോസുകളൊന്നും തന്നെ കോംബോയിലുള്ളതല്ല, നമുക്ക് സെയിലിനുള്ള റോസുകളാണ്. അപ്പോൾ നമുക്ക് കോംബോയുടെ റേറ്റ് 500 പ്ലസ് CC ആണ്. താല്പര്യമുള്ളവർ എത്രയും വേഗം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 പ്ലാന്റ്സാണ് കിട്ടുന്നത്.
അപ്പോൾ ഫ്രാഗ്രൻസ് ഉള്ള മറ്റൊരു റോസാണ് ഈ ഒരു പിങ്ക് റോസ്. അതിൻ്റെ 1-2 പ്ലാന്റ്സ് എന്തോ നമുക്ക് സെയിലിനായിട്ട് ഇപ്പോഴും ഉണ്ട്. അതുപോലെ ബേബി റൊമാൻറ്റിക്കയുടെ കുറച്ച് റേറ്റ് കുറഞ്ഞ ചെടികൾ ആരൊക്കെയോ എന്നോട് ചോദിച്ചിരുന്നു. 1-2 എണ്ണമൊക്കെ കുറച്ച് സൈസ് കുറവുള്ളതുണ്ട്. പക്ഷേ കോമ്പോയിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കോമ്പോയിലിടാഞ്ഞത്. അപ്പോൾ റേറ്റ് കുറവുള്ള ചെടികൾ നമ്മുടെ കയ്യിലുള്ളതിൽ റേറ്റ് കുറവ് വേണ്ടുന്നവർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാന്റ് സൈസ് നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കോംബോ വേണം എന്നുള്ളവർ എനിക്ക് ഈ 6 കോംബോ വേണം പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. 500 രൂപയാണ് പ്ലസ് CC വരും. CC പ്ലാന്റ്സിനെല്ലാം നല്ല നീളമുള്ളത് കൊണ്ട് എന്തായിരുന്നാലും നമുക്ക് 1 kg പാക്കറ്റിൽ മിനിമം CCയിൽ അത് അയക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1.5ൻ്റെ റേറ്റിലായിരിക്കും നമുക്ക് ഇത് അയക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്ലാന്റ്സ് ഒന്ന് നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് CC എത്രയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് CC ആയിരിക്കും നമ്മൾ വാങ്ങുന്നത്. പിന്നീട് നമ്മൾ CC അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമാകണം, കാരണം ഇഷ്ടമായേ പറ്റൂ. കാരണം കുറേ റെയറായിട്ടുള്ള 250യുടെയും 180യുടെയും പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു കോംബോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഡബിൾ ഡിലൈറ്റിൻ്റെയും വില കുറച്ച് കുറവുള്ള ചെടികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് മെസ്സേജ് ഇടുക നിങ്ങൾ വേണ്ടുന്നവർ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓർക്കിഡ് റോസുകൾ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നാടൻ ഓർക്കിഡ് റോസുകൾ 3-4 ബ്രാഞ്ചസ് ഉള്ള ചെടികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക, പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. സ്നേഹപൂർവ്വം, ഹാദിയ.